ഇയാൾ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ വളരെ പൊന്നെ ചക്കര എന്നൊക്കെ വിളിച്ചടുക്കുന്നത് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് നിന്നിലൊരു കുഞ്ഞ് വേണമെന്നും ഞാൻ ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല ഫാദർ ആയിരിക്കുമെന്നും ഒക്കെ പറഞ്ഞ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് എന്താണ് പറയുന്നതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. ആ ഭാഗം കൂടി നോക്കൂ. രാഹുലുമായുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഫെനിയോട് പറഞ്ഞുവെന്ന് പറഞ്ഞതോടെ രാഹുൽ എന്നെ ചീത്ത വിളിക്കാനും പിന്നീട് ആ കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞ രാഹുൽ വല്ലവരുടെയും കുട്ടിയെ തൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു എന്നും അതിന് നീ തെണ്ടി നടക്കുകയാണോ എന്നും മറ്റും രാഹുൽ വളരെ മോശമായി പറഞ്ഞു എന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടി എങ്ങനെയാണ് ട്രോമാറ്റിക്കായ സ്റ്റേജിലേക്ക് പോയതെന്ന് പറയുന്നു. പിന്നീട് രാഹുലിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നിന്റെ അനുജത്തിയുടെ വിവാഹമൊക്കെ വരികയില്ലേ എന്നും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അക്കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും രാഹുലിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് സൈബർ അറ്റാക്ക് വന്നത് അറിഞ്ഞുകൊണ്ടുമുള്ള പേടി മൂലമാണ് പരാതി നൽകാൻ വൈകിയത്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അനുജത്തിയുടെ കല്യാണം മുടക്കുക മാത്രമല്ല ആ കുടുംബത്തെ തന്നെ അപായപ്പെടുത്തും എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കൂടി പെൺകുട്ടി ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതാണ് പെൺകുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നു. ഇയാളുടെ പാറ്റേൺ ഒന്നും രണ്ടും പരാതികളിൽ നിന്ന് കുറച്ച് വിഭിന്നമാണെങ്കിലും അതിൽ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വരെ പാലക്കാട് നഗരമധ്യത്തിലുള്ള ഒരു ദിവസം 2500 രൂപ വാടകയുള്ള AC മുറിയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA ഇന്നിപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ, സ്പെഷ്യൽ സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് കഴിയുന്നത്. ഇന്നലെ വരെ AC മുറിയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിലത്ത് പായ വിരിച്ചാണ് കിടക്കുന്നത്. ഞായറാഴ്ചയായതിനാൽ രാത്രി സ്പെഷ്യൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ചോറിനോ ചപ്പാത്തിക്കോ ഒപ്പം തോരനും രസവും മാത്രം കഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിച്ചു കൂട്ടേണ്ടി വരും. നാളെയാണ് ജാമ്യഹർജി പരിഗണിക്കാൻ പോകുന്നത്. അതിൽ എന്തുവരും എന്നതനുസരിച്ചിരിക്കും 14 ദിവസം റിമാൻഡിൽ തുടരുമോ അതോ പുറത്ത് രാഹുൽ ഇറങ്ങുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക.